നിങ്ങൾ വീട് പണിയാൻ പ്ലാൻ ചെയ്യുന്ന ആളാണെങ്കിൽ ഒരു കാരണവശാലും ഈ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും വലിയൊരു മിസ്റ്റേക്ക് ഒഴിവാക്കാനായിട്ട് ഈ വീഡിയോ സഹായിക്കും. പലരും 2D ഫ്ലോർ പ്ലാൻ കണ്ട് മാത്രം പണി തുടങ്ങുന്നവരാണ്. പക്ഷെ പണിയെല്ലാം തീർന്നു കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ ഇതിന്റെ കളർ ശരിയായില്ലല്ലോ, റൂമിനിട്ട് സ്പേസ് ഇല്ലല്ലോ, ഇതിന് പകരം ഇങ്ങനെ ചെയ്താൽ മതിയായിരുന്നു. അങ്ങനെ പല കാര്യങ്ങളും. ഇതിൽ ഒരു ചെറിയ കാര്യം കൊണ്ടാണെങ്കിൽ പോലും ചിലപ്പോൾ നമുക്ക് 50,000 മുതൽ 5 ലക്ഷം രൂപ വരെ നമുക്ക് നഷ്ടങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. എന്നാൽ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു തരി മണലിടുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ വീട് പൂർണ്ണമായും എങ്ങനെയാണ് 3D റിയലിസ്റ്റിക് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നാണ്. അത് ഇന്റീരിയറിലാണെങ്കിലും എക്സ്റ്റീരിയറിലാണെങ്കിലും ഗാർഡൻ ആണെങ്കിലും നമുക്ക് ചെയ്യാൻ സാധിക്കും. AI ഉപയോഗിച്ചിട്ട് വെറും സെക്കൻഡുകൾക്കുള്ളിൽ നമുക്ക് റെൻഡർ ചെയ്യാൻ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഈ ഒരു വീഡിയോയിൽ 24 AI ടൂളുകളുടെ ഡെമോ വീഡിയോ ഞാൻ കൊടുത്തിട്ടുണ്ട്. സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ പറ്റും ഈ ടൂളുകളുടെ എത്രത്തോളം പ്രയോജനം ഉണ്ട് എന്നുള്ളതാണ്. സമയം കളയുന്നില്ല, നമുക്ക് നേരെ നമുക്ക് ഡെമോ വീഡിയോയിലേക്ക് കാണാം. ഒരു ലോങ് വീഡിയോ ആണ്, ശ്രദ്ധിച്ച് കേൾക്കുക. ചിലപ്പോൾ നിങ്ങളുടെ ലൈഫിലെ ഗെയിം ചേഞ്ചർ ആകാൻ സാധിക്കും. ചിലപ്പോൾ ഇതേപോലെ ആയിരിക്കും എഞ്ചിനീയറിംഗ് കാര്യങ്ങളൊക്കെ വരയ്ക്കുകയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കൺസെപ്റ്റ് അനുസരിച്ച് ജസ്റ്റ് പേനോണ്ട കാര്യങ്ങളൊക്കെ വരയ്ക്കുന്നതായിരിക്കും. ആ സാധനം കണ്ടോ, അത് റിയലിസ്റ്റിക് ആയിട്ട് വരുന്നുണ്ടോ? ഇതേപോലെ ഒരു ഇമേജ് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതിനനുസരിച്ച് വരുന്ന ഇമേജ് കണ്ടോ, ഈ രീതിയിലായിരിക്കും അത് റെൻഡർ ചെയ്ത് വരുന്നത്. ഇത് ഇങ്ങനെ ചെയ്യാനായിട്ട് ആകെ 1 മിനിറ്റ് താഴെ എടുക്കുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? ഈ രീതിയിൽ കൃത്യമായിട്ട് നമ്മൾ എന്താണോ കൊടുക്കുന്നത് അത് ഇതേപോലത്തെ രീതിയിൽ സെറ്റ് ചെയ്ത് തരാനായിട്ട് ഈ ടൂളിന് സാധിക്കും. ശരിക്കും പറഞ്ഞാൽ ഈ ഒരൊറ്റ ടൂള് മതി ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ സമയങ്ങൾ ഒത്തിരി ലാഭിക്കാനായിട്ട്. കാരണം നമ്മൾ ജസ്റ്റ് കൺസെപ്റ്റ് നമ്മൾ എന്താണെന്നുള്ളത് ഇതേപോലെ നമ്മൾ ഡ്രോയിങ് ചെയ്യുക, എന്നിട്ട് നമ്മൾ നേരെ ഇതിലേക്ക് കൊടുത്തിട്ട് ഓട്ടോമാറ്റിക് ആയിട്ട് റെൻഡർ ചെയ്ത് ഈ ലെവലിലേക്ക് എത്തിച്ച് ഏറ്റവും മനോഹരമായിട്ടുള്ള ടൂള് അല്ലേ. ചിലപ്പോൾ നിങ്ങൾ ബിൽഡിംഗ് പെർമിഷൻ എടുക്കാൻ നേരത്ത് അവർ ഡ്രോയിങ് തരും, എലിവേഷൻ എന്ന് പറഞ്ഞു കണ്ടോ, ഇതേപോലത്തെ ഒരു ഡ്രോയിങ് ആയിരിക്കും കാണുന്നത്. പക്ഷെ ഇതേപോലത്തെ ഒരു ഡ്രോയിങ് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 3D മോഡലിംഗ് ഒന്നും ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും ജസ്റ്റ് ഈ ടൂളിലേക്ക് ഇട്ട് കൊടുത്ത് ഫോട്ടോ എടുത്തെടുത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത് കണ്ടോ വരുന്നുണ്ടോ, നമ്മൾ ആ ഒരു ഇമേജ് കൊടുക്കുമ്പോഴത്തേക്കും അതിനനുസൃതമായിട്ട് വരുന്നുണ്ടോ, ഈ രീതിയിലേക്ക് ക്രമീകരിച്ച് വരും കണ്ടോ. നമ്മൾ ജസ്റ്റ് നമ്മുടെ ആ ഫ്രണ്ട് എലിവേഷൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ അത് വരും. അല്ല നമ്മൾ എന്താണോ നമ്മൾ കൊടുക്കുന്നത് അതനുസരിച്ച് ഇതിലേക്ക് എക്സ്റ്റീരിയറിലൊക്കെ വരുന്ന രീതിയിലേക്കാണ്. ഇങ്ങനെ ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഗാർഡനിങ്ങും എല്ലാ സാധനങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റുന്ന ടൂളാണ് നമ്മുടെ ടൂള്. ഇതേപോലത്തെ നമുക്ക് എന്താണോ നമ്മുടെ ഹാൻഡ് സ്കെച്ച് ആണ് ഹാൻഡ് സ്കെച്ച് കൊടുക്കും. ഇതേപോലത്തെ നമ്മുടെ 2D ആയിട്ടുള്ള നമ്മുടെ ഇതേപോലത്തെ ഡ്രോയിങ് കൊടുത്തു കഴിഞ്ഞാൽ അതും ഇതേപോലത്തെ റിയലിസ്റ്റിക് ആയിട്ട് വരാനായിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും. ശരിക്കും ഈ 24 ടൂളുകളിൽ ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ടൂൾ എന്ന് പറഞ്ഞാൽ ഈ ഒരു ടൂളാണ്. ണ്ടോ, ഇത് 2D ഫ്ലോർ പ്ലാൻ നമ്മൾ അപ്ലോഡ് ചെയ്യുമ്പോഴത്തേക്കും 3D ഫ്ലോർ പ്ലാൻ ആയിട്ട് റെൻഡർ ചെയ്ത് വരുന്നതാണ്. ഇത് അവരെനിക്ക് അയച്ചു തന്നതാണ്. ഇതേപോലത്തെ ഒരു ഇമേജ് ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ കൊടുക്കുന്ന ഇതനുസരിച്ച് കണ്ടോ ഫർണിച്ചറുകൾ വരുന്നുണ്ടോ. ഇതേപോലെ ഫർണിച്ചറുകൾ ചെയ്യാൻ നേരത്ത് ആ ഫർണിച്ചറുകളുടെ നിഴലുകൾ നോക്കിയോ, ഇതേപോലെ രീതിയിലാണ് വന്നേക്കുന്നത്. ആ രീതിയിൽ ക്രമീകരിച്ച് വരും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുക്കുന്നത് അതനുസരിച്ച് വരികയും കാര്യങ്ങളും ചെയ്യുക എന്നുള്ളതിന്റെ അർത്ഥം കണ്ടോ. അപ്പൊ അതിനകത്ത് തന്നെ വേറൊരു രീതിയിൽ നമ്മൾ കൊടുത്തപ്പോഴത്തേക്ക് വന്നിട്ടുണ്ടോ, ഈ രീതിയിൽ ഇമേജസ് വന്നു. ഈ രീതിയിൽ നമുക്ക് ഒഴിഞ്ഞ മുറികൾക്ക് പരമായിട്ട് നമുക്ക് വിർച്വൽ ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് സാധിക്കും. അപ്പൊ നമ്മൾ പെയിന്റ് സെലക്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട കളറുകൾ നമുക്ക് അടിച്ചു നോക്കാം. അത് നമുക്ക് വാളിൽ അടിച്ചു നോക്കാം, സീലിങ്ങിലൊക്കെ ചെയ്ത് നോക്കാം. അത് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ചുമ്മാ ജസ്റ്റ് യെല്ലോ കളർ എന്ന് പറഞ്ഞ് ഇട്ട് നോക്കി, അപ്പോൾ ഇഷ്ടംപോലെ കളറുകൾ വന്നിട്ട് അതിനകത്ത് നമുക്ക് ഇഷ്ടമുള്ള ഏത് കളറാണെന്ന് നോക്കിയിട്ട് ആ കളറിനെ മാത്രം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക ഇമേജ്, നമുക്ക് ഏത് കളറാണെന്നുള്ളത് നോക്കിയിട്ട് എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, എന്നിട്ട് നമ്മൾ നമ്മുടെ ടൂളിലേക്ക് പോവാം. അപ്പൊ ഇതാണ് നമ്മുടെ ടൂള്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് നമ്മൾ സീലിംഗിൽ മാത്രം അടിക്കാൻ വേണ്ടിയാണ് ഉദ്ദേശിക്കുന്നത്. സീലിംഗിന് ഈ ഒരു കളർ അടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും, ഒരു ട്രയൽ പർപ്പസ് എന്നുള്ള രീതിയിലാണ് എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് ജസ്റ്റ് ആ ഈ ഒരു ഇമേജ് ക്ലിക്ക് കൊടുക്കുക, അതിനുശേഷം സീലിംഗ് എന്നുള്ള സെലക്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി, ഒന്നും ചെയ്യേണ്ട. എന്നിട്ട് നമ്മൾ അതും കൂടെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ ആ മഞ്ഞ കളർ അവിടെ സീലിംഗിന്റെ അകത്ത് അടിച്ചു കഴിയുമ്പോൾ എങ്ങനെ ഇരിക്കും എന്നുള്ളതുണ്ടോ, ഇതേപോലത്തെ വ്യൂ വരും. ഇതേപോലെ നമുക്ക് എല്ലാ വാളുകളും നമുക്ക് ഈ പെയിന്റ് മേടിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഉപയോഗിച്ച് കഴിയുമ്പോൾ, അതായത് പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ അത് എങ്ങനെയായിരിക്കും അതിന്റെ വ്യൂ വരുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇത് നമ്മൾ കണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നമ്മൾ പെയിന്റും കാര്യങ്ങളും സെലക്ട് ചെയ്താൽ മതി. ഈ രീതിയിൽ നമുക്ക് നമ്മൾ ഏത് കസ്റ്റമായിട്ടുള്ള കളർ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. അതാണ് ഇതിന്റെ ഒരു ഏറ്റവും വലിയൊരു പ്രത്യേകത. ചിലപ്പോൾ നമ്മൾ കസ്റ്റം മെയ്ഡ് ഫർണിച്ചർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉദ്ദേശിക്കുന്ന മെറ്റീരിയലുകൾ, അതിന്റെ കളറുകൾ, അതിന്റെ കോമ്പിനേഷൻ കാര്യങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ AI തന്നെ നമുക്ക് നിർമ്മിച്ചു. ഇത് കണ്ടോ, പ്രോംപ്റ്റ് കൊടുത്തപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് വന്ന ഇമേജസ് ആണ്. ഈ രീതിയിൽ നമുക്ക് കസ്റ്റമൈഡ് ആയിട്ടുള്ള സാധനങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഇതായിരുന്നു നമ്മുടെ സോഫയുടെ ഇത് വരുന്നത്. അപ്പൊ ഞാൻ ജസ്റ്റ് ഗൂഗിളിൽ പോയപ്പോഴത്തേക്ക് എനിക്കിത് ഈ ഒരു ഫാബ്രിക് ആണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. അപ്പൊ ഞാൻ ഈ സോഫയ്ക്കകത്തേക്കും ഈ ഒരു ഫാബ്രിക് ഇടാൻ പറഞ്ഞു കൊടുത്തു. കൊടുത്തപ്പോഴത്തേക്ക് നമുക്കുള്ള റിസൾട്ട് നോക്കണം കേട്ടോ. ഉണ്ടോ എക്സാക്ട്
ഇത് കുഷ്യനും കൂടെ നമ്മൾ മാറ്റണം എന്ന് പറയാൻ മാറ്റം വരുന്നത്. അപ്പൊ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതേ വരും. ബാക്കിയുള്ള ഒന്നും ചേഞ്ചസ് വരുത്തിയിട്ടില്ല. നമ്മൾ ഈ ഒരു സോഫയുടെ ഈ ഒരു ഇതിന്റെ ഫാബ്രിക്കിന്റെ മാത്രം മാറ്റാൻ പറഞ്ഞാൽ കൊടുത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് ഉണ്ടോ മാറിയുണ്ടോ. ഇനിയിപ്പോ നമുക്ക് ഇതേപോലെ തന്നെ നമുക്ക് ഓരോന്നും നമുക്ക് സെലക്ട് ചെയ്ത് കൊടുത്താൽ അതനുസരിച്ച് ഇത് മാറ്റങ്ങളൊക്കെ വരുത്തി വരും. ഇതിലിപ്പോ ഞാൻ കൊടുത്തത് ഈ ഒരു ഫാബ്രിക് കൊടുത്തിട്ട് ഇത് മാറ്റാൻ പറഞ്ഞ് കൊടുത്തപ്പോഴത്തേക്കും വന്നതാണ് ഈ ഒരു ഇമേജ്. അതേപോലെ തന്നെ ആ രീതിയിൽ നമുക്ക് എന്തെങ്കിലും മെറ്റീരിയൽ മാറ്റണം എന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണ്. വേറെ അതിന്റെ സ്ട്രക്ചറോ കാര്യങ്ങളോ ഒന്നും മാറ്റങ്ങൾ വരത്തില്ല. അത് മാത്രം മാറ്റങ്ങൾ വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ ഫർണിച്ചറും കാര്യങ്ങളൊക്കെ നിർമ്മിച്ച് വിൽക്കുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു സോഫ ഇങ്ങനെ ഇടുന്നതിന് പകരമായിട്ട് നമ്മൾ ജസ്റ്റ് ഈ സോഫ ഇട്ട് കൊടുത്തിട്ട് അതനുസരിച്ച് നമ്മൾ ഏത് റൂമാണെന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതനുസരിച്ച് മാറ്റങ്ങൾ വരുന്നുണ്ടോ ഈ രീതിയിലേക്ക് വരും. കണ്ടോ ഇങ്ങനത്തെ വ്യത്യാസത്തിലൂടെ അപ്പൊ ശരിക്കും പറഞ്ഞാല് റിയലിസ്റ്റിക് ഇമേജ് കണ്ട നിഴല് കണ്ടോ ആ നിഴൽ ഉൾപ്പെടെ വന്നേക്കണേ ഈ രീതിയിലേക്ക് ആ സോഫ ഇട്ട് കഴിയുമ്പോഴത്തേക്കും എങ്ങനെയാണ് വരുന്നത് ഉൾപ്പെടെയുള്ള ഡ്രോയിങ്ങുകൾ അല്ലെങ്കിൽ ഇമേജസ് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ഇതുണ്ട് നമ്മൾ നേരത്തെ നെറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ്. ഇത് ഇങ്ങനത്തെ ഒരു ഇമേജ് ആയിരുന്നു വിചാരിക്കുക. അപ്പൊ ഇത്രയും ഫർണിച്ചറുകൾ കിടപ്പുണ്ട്. ഈ ഫർണിച്ചറുകളൊക്കെ മാറ്റിയിട്ട് നമുക്ക് ചെയ്യണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാം നമുക്ക് മാറ്റാൻ വെച്ചാൽ പാടല്ലേ. ജസ്റ്റ് നമ്മൾ ഫോട്ടോ എടുത്തിട്ട് നമ്മൾ ഈ ടൂളിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് കണ്ടോ ബാക്കി ഒന്നും വ്യത്യാസം വരുത്താതെ കണ്ടോ അതിൻ്റെ അകത്ത് ആ ജനലുകൾക്കോ വാതിലുകൾക്കോ ഒന്നും വ്യത്യാസം വരുത്താതെ കൃത്യമായിട്ടുള്ള ആ ഫർണിച്ചറുകൾ മാത്രമായിട്ട് മാറ്റും കണ്ടോ. അപ്പൊ അത് ക്ലീൻ ആയിട്ടുള്ള എം ഡി ആയിട്ടുള്ള റൂമായിട്ട് വന്നു. ഇനി ഇതിനകത്ത് നമുക്ക് എന്തൊക്കെ വേണം ടൈലുകൾ വേണമെങ്കിൽ ടൈൽ ഇടാം. അല്ലെങ്കിൽ ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ പെയിന്റ് ചെയ്യണമെങ്കിൽ പെയിന്റ് ചെയ്യാം. കളർ ചെയ്യണമെങ്കിൽ കളർ ചെയ്യാം. ഇത് നമുക്ക് ഫർണിച്ചറും കാര്യങ്ങളും ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ രീതിയിൽ നമുക്ക് അനാവശ്യമായിട്ടുള്ള നമ്മുടെ എല്ലാ ഫർണിച്ചറുകളും നമുക്ക് മാറ്റിയിട്ട് നമുക്ക് എം ഡി ആയിട്ടുള്ള റൂമായിട്ട് മാറണമെങ്കിൽ നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ചാൽ സാധിക്കും. അതല്ല നമുക്ക് ആവശ്യമില്ലാത്ത ഫർണിച്ചറുകൾ മാത്രമായിട്ട് മാറണമെങ്കിൽ അത് ഈ ഒരു ടൂൾ ഉപയോഗിച്ചാൽ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. എന്റെ വീടിന്റെ തറ ഇപ്പൊ എനിക്ക് വേണ്ട ടൈലിന്റെ ഡിസൈൻ ഞാൻ ഇട്ട് കൊടുത്തപ്പോഴത്തേക്കും ഉണ്ടോ ഡിസൈൻ അനുസരിച്ച് ടൈല് മാറിയുണ്ടോ വേറെ ഒന്നും മാറ്റമില്ല. ആകെ ആ ടൈല് മാത്രം മാറ്റം വന്നു കണ്ടോ. അപ്പൊ നമുക്ക് ഇതേപോലെ ടൈൽ ഇടുന്നതിന് മുമ്പായിട്ട് ഇത് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് അറിയാൻ വേണ്ടി നമുക്ക് ഈ ഒരു ടൂൾ വളരെയധികം ഉപകാരപ്രദമായിട്ടുള്ള ടൂളാണ്. ഇതുണ്ട് ഇപ്പൊ നമ്മൾ ജസ്റ്റ് ആ ലിവിംഗ് റൂമിന്റെ ഫോട്ടോ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നു നമ്മൾ ഡിസൈൻ ചെയ്യാൻ പോകുന്നതിന്റെ. അപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അതിനകത്ത് എങ്ങനെയൊക്കെ സ്മാർട്ട് ആക്കാൻ പറ്റും എന്നുള്ളതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ലൈറ്റിനിങ് എങ്ങനെയാണ് ക്ലൈമറ്റ് കൺട്രോൾ എങ്ങനെയാണ് സെക്യൂരിറ്റി എങ്ങനെയാണ് എന്റർടൈൻമെന്റ് എങ്ങനെയാണ് ഇങ്ങനെ ഈ രീതിയിൽ കൃത്യമായിട്ട് എവിടെയൊക്കെ ഏതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് നല്ലൊരു ഹൈഫൈ രീതിയിലേക്ക് നല്ല ടെക്നിക്കലി സൗണ്ട് ആയിട്ടുള്ള രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്നതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് അഡ്വൈസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഇത്. അപ്പൊ കൃത്യമായിട്ട് നമ്മൾ ആ ഭിത്തികളും കാര്യങ്ങളും കാണത്തക്ക രീതിയിൽ വേണം നമ്മൾ ഫോട്ടോ കൊടുക്കുക എന്നുള്ളത് മാത്രമേ ഇതിനകത്ത് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പൊ നമ്മൾ ഈ ഒരു ലിവിംഗ് റൂം ആണ് കൊടുത്തേക്കുന്നത്. ഈ ലിവിംഗ് റൂം കൊടുത്തിട്ട് അതിനകത്ത് എന്തൊക്കെ സജഷൻസ് ഉള്ളതെന്ന് ചോദിച്ചു. അപ്പൊ കണ്ടോ ആ ഇമേജിന്റെ അതിൽ ഫീഡ്ബാക്ക് എന്തോ ഈ ലിവിംഗ് റൂമിനെ പറ്റിയുള്ള എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതിനകത്ത് എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ട ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ 7 കാര്യങ്ങളാണ് നമുക്ക് പറഞ്ഞത്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് എത്താൻ പറ്റും. അപ്പൊ ഇങ്ങനെ നമുക്ക് ഓരോ റൂമിനെ പറ്റി എന്തെങ്കിലും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതേപോലെ ചെയ്തു തരുന്ന രീതിയിലേക്കുള്ള ടൂളാണ് നമുക്ക്. ഇതേപോലെ നമുക്ക് ഇന്റീരിയറിലും എക്സ്റ്റീരിയറിലും ഗാർഡനിങ്ങും നമുക്ക് ചോദിക്കാൻ സാധിക്കും എന്നതാണ് ഈ ടൂളിന്റെ ഏറ്റവും വലിയ ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ്. ഇത് കണ്ടോ ഇതൊരു അത്ര ക്വാളിറ്റി ഉള്ള ഇമേജ് ഒന്നും അല്ല. അത്രയും തെളിച്ചവും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും വന്നതിന്റെ റിസൾട്ട് കണ്ടോ. അത് ജനലുകളോ വാതിലുകളോ ഒന്നും മാറ്റിയില്ല. നിലവിലുള്ള ഫർണിച്ചറുകളും മാറ്റില്ല. അത് കൂടാതെ നമുക്ക് ആവശ്യമുള്ള ഫർണിച്ചറുകൾ ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് കൊടുത്തപ്പോഴത്തേക്കും ഓട്ടോമാറ്റിക് ആയിട്ട് ഈ രീതിയിൽ ക്രമീകരിച്ചു വരും. അതിന്റെ ക്വാളിറ്റി മാറിയുണ്ടോ അതേ സാധനം തന്നെ അതിനകത്ത് കൃത്യമായിട്ട് നമുക്ക് ക്വാളിറ്റി ഇതാണ് നമ്മൾ നേരത്തെ കൊടുത്തു അതിന്റെ ക്വാളിറ്റി ഉണ്ടോ ഈ രീതിയിൽ ഹൈ ക്വാളിറ്റിയുള്ള സാധനത്തിലേക്ക് നമുക്ക് എത്താൻ പറ്റും. പിന്നെ നിഴലുകൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിഴൽ ഉൾപ്പെടെ കാണാൻ പറ്റും കണ്ടോ. ഓരോന്നിന്റെ സ്ട്രക്ചറിന്റെ നിഴൽ കണ്ടോ ആ നിഴൽ ഉൾപ്പെടെ വരുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ഈ രീതിയിൽ ഇങ്ങനത്തെ നമുക്ക് ക്വാളിറ്റി കുറവായിട്ടുള്ള ഇമേജ് ആണെങ്കിൽ പോലും നമുക്ക് ഈ രീതിയിൽ ക്വാളിറ്റിയിലൊക്കെ ഉള്ള രീതിയിലേക്ക് നമുക്ക് ആക്കാനായിട്ട് ഈ ഒറ്റ ടൂൾ കൊണ്ട് വിചാരിച്ചു തന്നെ നമുക്ക് സാധിക്കും. നമുക്ക് എല്ലാ ഫർണിച്ചറുകളും നമുക്ക് ഓരോന്നും പിക്ക് ചെയ്ത് വരാനായിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് സിമ്പിൾ ആയിട്ടുള്ള നമുക്ക് ഏതൊക്കെ ഫർണിച്ചറുകളാണ് വേണ്ടതെന്ന് പറഞ്ഞാൽ അതെല്ലാം കൃത്യമാക്കി അറേഞ്ച് ചെയ്ത് കൃത്യമാക്കിയിട്ട് ഒരു നിലവിലുള്ള ഇതിനകത്ത് ഒരു മാറ്റങ്ങളും കൂടാതെ ബാക്കിയുള്ള എല്ലാം ആഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ സാധിക്കുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഇത്. നമുക്കൊരു മാർബിളിന്റെ ഒരു റൂം എടുത്ത് വിചാരിച്ചോ ഈ ലിവിംഗ് റൂം. ഈ ലിവിംഗ് റൂമിനകത്ത് നമുക്ക് മാർബിളിന് പകരം വുഡനാണ് നമ്മൾ ഇടുന്നതെങ്കിൽ എങ്ങനെ ഇരിക്കും എന്നുള്ളത്. നമ്മൾ ഫുള്ള് ഉടൻ ഇട്ടതിന് ശേഷമാണ് നമ്മൾ നോക്കിയിട്ട് ആക്കണമെങ്കിലോ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ടു വരുന്നില്ല അല്ലെ. എന്നിട്ട് നമുക്ക് നേരെ ഈ ഏട്ടൂളിലേക്ക് പോവാം. ഏട്ടൂളിന്റെ അത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് നമ്മൾ കൊടുത്തേക്കുന്നത്. വേറെ എന്തെങ്കിലും മാറ്റം ഉണ്ടെന്ന് നോക്കണം കേട്ടോ. വേറെ ഒന്നും മാറ്റില്ല. അതിന്റെ ടൈല് മാത്രം മാറ്റിട്ട് വുഡന്റെ ടെക്സ്ചറായി. അപ്പൊ ഈ രീതിയിലേക്ക് വരുമ്പോഴത്തേക്ക് എങ്ങനെയാണെന്നുള്ളതാണ്. അപ്പൊ ഇങ്ങനെ നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾക്ക് ഇതിന്റെ ഈ സോഫയുടെ കളർ ഇതുമായിട്ട് ചിലപ്പോൾ മാച്ചിങ് ആയിട്ട് തോന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ സോഫയുടെ കളർ മാറണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റം വരുത്താം. അപ്പൊ അതിന് ജസ്റ്റ് ഇതിനകത്ത് തന്നെ നമുക്ക് കളറും കാര്യങ്ങളും മാറുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. കണ്ടോ ഇതിനകത്ത് നമുക്ക് ഇതിനനുസരിച്ചുള്ള മാച്ചിങ്ങിലേക്ക് സോഫ ആക്കണം എന്ന് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ ഓട്ടോമാറ്റിക് ആയിട്ടുണ്ടോ അതിന്റെ കളർ മാറുന്നുണ്ട്. അപ്പൊ നമ്മൾ ഏത് കളറാണ് നമ്മൾ പറഞ്ഞില്ല ജസ്റ്റ് ഇതിന് മാച്ചിങ് ആയിട്ടുള്ള രീതിയിലേക്ക് കളർ മാറണമെന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് കളർ മാറും.
ഈ രീതിയിലേക്കൊക്കെ വരുന്ന രീതിയിലേക്ക് നമുക്ക് ടൂളുകൾ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് നമ്മുടെ റിക്വയർമെന്റ് അനുസരിച്ച് ഇതിന് നിഴല് വന്നേക്കണം കേട്ടോ. നമുക്ക് കാണുമ്പോൾ അറിയാം ആ ഒരു കൃത്യമായിട്ട് നിഴലും കൂടെ വരുന്ന രീതിയിലേക്കുള്ള ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഇമേജ് ആയിട്ടാണ് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ സാധിക്കും. ഈ ഒരു ഇമേജ് ഞാൻ നെറ്റിൽ നിന്ന് എടുത്തതാണ്. ഈ ഒരു ഇമേജ് നെറ്റിൽ നിന്ന് എടുത്തിട്ട് ഞാൻ നേരെ ഇതിലേക്ക് കൊടുത്തിട്ട് ഇനി അതൊന്ന് അപ്ലോഡ് ചെയ്ത് നോക്കി. അപ്ലോഡ് നോക്കിയപ്പോഴത്തേക്ക് വന്ന റിസൾട്ടാണ് ഞാൻ ഈ പറയുന്നത്. അപ്പൊ ഇത് അത്രയും ക്വാളിറ്റിയുള്ള ഇമേജ് ഒന്നുമല്ല. കാണുമ്പോൾ അറിയാം ഇത്രയേ ഉള്ളൂ ക്വാളിറ്റി. അപ്പൊ ഈ ഒരു ക്വാളിറ്റി എന്നുള്ള ഇമേജിന്റെ അകത്തുനിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പൊ ചെയ്തപ്പോഴത്തേക്ക് കണ്ടോ ഇതിന്റെ മാറ്റം കണ്ടോ? ഈ രീതിയിലേക്ക് മാറ്റങ്ങൾ വന്നിട്ട് കണ്ടോ? ക്രമീകരിച്ചത് കണ്ടോ? അപ്പൊ നമ്മൾ ഈ ഒരു റിയൽ എസ്റ്റേറ്റിലൊക്കെ ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ നമ്മൾ ഇത്ര പണിയായിട്ടുള്ളൂ വിചാരിച്ചു. അപ്പൊ നമുക്കത് ഇങ്ങനത്തെ ഒരു വീഡിയോ കൊടുത്താൽ ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ ആൾക്കാര് കാണാനോ അല്ലെങ്കിൽ ഇഷ്ടപ്പെടാനോ സാധ്യത കുറവായിരിക്കും. സമയം നമ്മൾ ഇതേപോലെ ആക്കിയിട്ടാണ് കൊടുക്കണമെങ്കിലോ ഇങ്ങനെയായിരിക്കും നമ്മുടെ ഇമേജ് എന്ന് പറഞ്ഞാലോ ഓട്ടോമാറ്റിക് ആയിട്ട് ക്ലയന്റിന് ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് അല്ലേ? അപ്പൊ ഈ രീതിയിലേക്ക് നമുക്ക് കൊടുക്കാൻ വേണ്ടി ഏറ്റവും നല്ല ടൂളാണ് നമ്മുടെ നാലാമത്തെ ടൂൾ എന്ന് പറയുന്നത്. ഇത് കണ്ടോ? ഇതിനകത്ത് വേറെ എന്തെങ്കിലും ചേഞ്ചസ് ഉണ്ടോ നോക്കണേ. അതേ സാധനം തന്നെ ആകെ ചേഞ്ചസ് വന്നേക്കണത് നമുക്ക് ആകെ ആ ഫ്ലവറിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ആ ഫ്ലവർ നമ്മൾ മാറ്റിയിട്ട് ഓർച്ചിഡ് ആക്കാൻ വേണ്ടി നമ്മൾ കൊടുത്തു. കണ്ടോ? ആ ഫ്ലവർ മാത്രം മാറി. എന്താണോ നമ്മൾ കൊടുത്തത് അത് മാത്രം മാറി. ബാക്കി എല്ലാം അതേപോലെ തന്നെ വന്നു. വേറെ എവിടെയും മാറ്റങ്ങളില്ല. അതേപോലെ തന്നെ. ആ ഫ്ലവർ മാത്രം ആ ഫ്ലവറിനകത്ത് ഏത് ഫ്ലവർ ആണോ നമ്മൾ കൊടുത്തത് അത് മാറുന്ന രീതിയിലേക്ക് മാത്രം വരുന്ന രീതിയിൽ ആ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു ഇമേജ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടെന്ന് വെച്ചോ. ഇതേ രീതിയിലുള്ള കളറും കോമ്പിനേഷനും കണ്ടോ. പുല്ലൊക്കെ പിടിപ്പിച്ചിട്ടുള്ള ഈ ഒരു തീമാണ് എനിക്ക് വേണമെന്ന് വിചാരിച്ചു. അപ്പൊ എന്റെ വീടെന്ന് പറഞ്ഞാൽ ഞാൻ അത്രയും കൺസ്ട്രക്ഷൻ കാര്യങ്ങളും കഴിഞ്ഞു. പക്ഷെ എനിക്ക് ഈ കളർ കോമ്പിനേഷൻ ആണ് എനിക്ക് വേണ്ടിയിരുന്നത് എങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതാണ്. പക്ഷെ ഇതുമായിട്ട് ആ ഡിസൈൻ ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. പക്ഷെ അതേ ഡിസൈൻ്റെ അകത്ത് ഇതേപോലത്തെ ഒരു തീം വന്നു കഴിഞ്ഞാൽ ഇതേപോലത്തെ മെറ്റീരിയലിന്റെ ഒരു സാധനം കൊണ്ട് കളർ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു പച്ച പുല്ലും കാര്യങ്ങളൊക്കെ വരുന്ന രീതിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഇരിക്കും എന്ന് അറിയാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ജസ്റ്റ് 2 കോപ്പി കൂടെ വെച്ചാൽ ആദ്യത്തെ നമ്മുടെ എന്താണ് നമുക്ക് എക്സിസ്റ്റിംഗ് ആയിട്ടുള്ളത് അതിന്റെ അപ്ലോഡ് ചെയ്യുക. രണ്ടാമത് നമുക്ക് വേണ്ട എന്താണോ അപ്ലോഡ് ചെയ്യുക. ഈ രണ്ടേ 2 കാര്യങ്ങൾ ചെയ്താൽ ഓട്ടോമാറ്റിക് ആയിട്ട് അത് ഡിസൈൻ ട്രാൻസ്ഫറിലേക്ക് നമുക്ക് വരാൻ സാധിക്കും. ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത സാധനം. അപ്ലോഡ് ചെയ്തപ്പോഴത്തേക്കും വന്നിട്ടുണ്ട്. അതിന്റെ കളർ മാറിയുണ്ടോ? ഈ രീതിയിൽ കളറും കാര്യങ്ങളൊക്കെ മാറുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. ഈ മോളിലത്തെ ഭാഗത്ത് ചെറിയ വ്യത്യാസം വന്നിട്ടുണ്ട്. അത് നമുക്ക് അടുത്ത പ്രോംപ്റ്റിലൂടെ കാര്യങ്ങളോടെ മാറ്റാൻ പറ്റും. ബാക്കിയെല്ലാം ഏകദേശം അതേപോലെ തന്നെ രീതിയിലേക്ക് വന്നിട്ടുണ്ടോ? അതേ ഒരു രീതിയിലേക്ക് വരുന്ന രീതിയിലേക്ക്. അപ്പൊ നമുക്ക് നമ്മുടെ ആ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ വെച്ചാൽ നമ്മുടെ മുറി ഏകദേശം ഇങ്ങനെയൊക്കെയാണ് വരുന്നതെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് അല്ലെ എലിവേഷനകത്ത് ആ ഒരു കളർ പാറ്റേൺ നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഫ്രണ്ടിൽ ഗാർഡനൊക്കെ വന്നതുണ്ടോ? ആ ഗാർഡനൊക്കെ വരുന്ന രീതിയിലേക്ക് നമുക്ക് എടുക്കണമെന്നുണ്ടെങ്കിൽ ഈ രീതിയിൽ ചെയ്യാം. അപ്പൊ നമുക്ക് എന്താണോ വേണ്ടത് അത് അതേപോലെ കൊടുത്താൽ മതി. അതിനുശേഷം നമുക്ക് ഇതിനകത്ത് എഡിറ്റിംഗും കാര്യങ്ങളൊക്കെ കൊടുത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന വേറെ ടൂളുകളൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ ഇതിപ്പം നമുക്ക് ജസ്റ്റ് അതേ കളറിന് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അല്ല അതേ ഒരു തീം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റീരിയറിൽ നമുക്ക് ഇതേപോലെ ആക്കാൻ വേണ്ടി നമുക്ക് ഈ തീം ഉപയോഗിക്കാൻ പറ്റും. നമ്മൾ ജസ്റ്റ് സെർച്ച് ചെയ്തപ്പോഴത്തേക്ക് നമുക്ക് കിട്ടിയേക്കണ ഒരു ഇമേജ് ആണ്. അപ്പൊ ഈ ഒരു ഇമേജിനെ നമുക്കൊന്ന് നമ്മുടെ ഒരു AI-യിലേക്ക് ഇട്ട് നോക്കുമ്പോഴത്തേക്കും എങ്ങനെയാണ് അതിന്റെ റിസൾട്ട് കിട്ടുന്നത് നമുക്ക് നോക്കാം. ഇതായിരുന്നു നമ്മൾ അപ്ലോഡ് ചെയ്ത ഇമേജ്. ഇതാണ് ഇതിപ്പോ നമുക്ക് അത്രയും ക്വാളിറ്റിയും കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ ആ അപ്ലോഡ് ചെയ്ത ഇമേജിനെ കണ്ടോ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ടോ? ഈ രീതിയിൽ ഹൈ ക്വാളിറ്റിയിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഇത് നമ്മൾ ഒരു റെൻഡറിങ് കൊടുത്തോളൂ. ഇതേപോലെ നമുക്ക് 2ഓ 3ഓ ഇഷ്ടമുള്ള പോലെ നമുക്ക് റെൻഡറിങ് കൊടുക്കാം. പല ക്ലൈമറ്റിലുള്ളത് കൊടുക്കാൻ പറ്റും കണ്ടോ? വ്യത്യാസം കണ്ടോ? അപ്പൊ നമ്മൾ ഇങ്ങനത്തെ ഒരു ഇമേജ് ക്ലയന്റിന് കൊടുക്കുന്നതാണോ? ക്ലയന്റിന് ഇങ്ങനത്തെ ഒരു ഇമേജ് കൊടുക്കുന്നതാണോ ക്ലയന്റിന് കുറച്ചുകൂടെ നല്ലത്? കണ്ടോ? നല്ല കൃത്യമായിട്ട് ആ ഒരു ഇമേജിന്റെ മാറ്റങ്ങളുണ്ടോ? ഇത് ഇങ്ങനെ കൊടുക്കുന്നതിന് പകരമായിട്ട് നമ്മൾ ഇതുണ്ടോ? അതിന്റെ ഇത് മാറിയുണ്ടോ? ആ രീതിയിലേക്ക് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ട് റിയലിസ്റ്റിക് ആയിട്ട് വരുന്നത്. ഇനിയിപ്പോ നമുക്ക് ഇതിന്റെ ഈ ഒരു സ്കൈഡ് മാറണമെന്നുണ്ടെങ്കിൽ ഈ സ്കൈഡ് മാറ്റി നമുക്ക് വേറെ സ്കൈലേക്ക് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഇതുണ്ടോ? ഇപ്പൊ നമ്മൾ നേരത്തെ പകരമായിട്ട് നമ്മൾ രണ്ടാമത്തെ സ്കൈ കൊടുത്തുണ്ടോ? ഈ രീതിയിലെ സ്കൈ. നമുക്ക് ആ കൊടുത്തേക്കുന്ന സ്കൈയെ പല രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. കണ്ടോ? വ്യത്യാസം കണ്ടോ? അപ്പൊ ഈ രീതിയിൽ നമുക്ക് ഏതാണോ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അത് കൃത്യമായിട്ട് മാറ്റുന്ന രീതിയിലേക്ക് നമുക്ക് മാറ്റാം. ഇങ്ങനെ സ്കൈഡ് ഇനിയിപ്പോ നമുക്ക് വൈകുന്നേരത്തെ വേണമെന്നുണ്ടെങ്കിൽ വൈകുന്നേരത്തെ കൊടുക്കാം. ഏത് വേണമെങ്കിലും നമുക്ക് കൊടുക്കാം കേട്ടോ. ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് ആ റെൻഡർ ചെയ്ത് വന്നേക്കണുണ്ട്. അതിന്റെ ക്വാളിറ്റിയുടെ വ്യത്യാസം കണ്ടോ? ആ രീതിയിൽ ക്വാളിറ്റി ആയിട്ടാണ് വന്നേക്കുന്നത്. ഈ രീതിയിൽ ക്രമീകരിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. നേരത്തെ വീഡിയോയ്ക്കകത്ത് നമ്മൾ ഇതേപോലത്തെ സാധനങ്ങൾ നമ്മൾ ചെയ്തായിരുന്നു. അപ്പൊ ഇത് നമുക്ക് എങ്ങനെയാണ് നമുക്കിത് ഫൈൻഡ് ചെയ്യുമ്പോഴത്തേക്ക് എങ്ങനെയാണ് നോക്കാം. ജസ്റ്റ് നമ്മൾ ഇന്ത്യ എന്നുള്ള കൺട്രി മാത്രം സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ ആ ഫോട്ടോയും കൂടെ അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഓട്ടോമാറ്റിക് ആയിട്ട് അത് ജനറേറ്റ് ചെയ്ത് ഓരോന്നും എവിടെയൊക്കെയാണ് കിട്ടുക എന്നുള്ള ഉൾപ്പെടെയുള്ളത് ഇന്ത്യയിൽ നമുക്ക് പ്ലാറ്റ്ഫോം ആയിട്ടുള്ളത് എവിടെയാണ് കിട്ടുക എന്ന് പറയും. അതിന്റെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള അതിന്റെ പ്രൈസ് ഉൾപ്പെടെ വരികയും ചെയ്യും. അപ്പൊ നമുക്ക് അതിനകത്ത് നോക്കിയിട്ട് നമുക്ക് അതിനകത്ത് കമ്പാരിസണിലൂടെ നമുക്ക് മാറ്റങ്ങളൊക്കെ വരുത്തി നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഇതുണ്ടോ? ഇതിനകത്ത് ഓരോന്നിനെ പറ്റി എഴുതുന്നുണ്ട്. ഇത് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതുണ്ടോ? ഇതെവിടെയാണ് അവൈലബിൾ. ഇത് ശരിക്കും പറഞ്ഞാൽ ഇത് 70,000 രൂപയാണ് കാണിച്ചത്. ഈ 70,000 രൂപയുടെ സാധനം നമുക്ക് മേടിക്കേണ്ട കാര്യമില്ല. പക്ഷെ നമുക്ക് ഇതിന്റെ പേര് നമുക്ക് അറിയാൻ പറ്റും. എന്താണ് അതിന്റെ കളർ, അതിന്റെ തീം എന്താണെന്നുള്ളത്. എന്നിട്ട് നമുക്ക് അത് കണ്ടോ അതിന്റെ സാധനം കണ്ടോ 14,426 ഉണ്ട്. ഓരോ ഓൺലൈൻ സൈറ്റിലത്. എന്നിട്ട് നമുക്ക് ഇതിന്റെ അകത്ത് നമുക്ക് കമ്പാരിസൺ ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ ജസ്റ്റ് ബൈ നൗ എന്നുള്ളപ്പോൾ നമ്മൾ ബൈ നൗ എന്നുള്ളതല്ല. നമുക്ക് ഓരോന്നിനെയും പറ്റി ഇതിനെ പറ്റി എന്തൊക്കെയാണെന്നുള്ളത് കണ്ടോ?
ഇപ്പൊ നമ്മൾ ആ ഇമേജ് മാത്രം കൊടുത്തോളൂ, ഓട്ടോമാറ്റിക് ആയിട്ട് ഇതിനകത്ത് അതേ സോഫയുടെ വരുന്ന സാധനം കണ്ടോ, അതിന്റെ പ്രൈസ് ഉൾപ്പെടെ വന്നതുണ്ടോ. നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ സെലക്ട് ചെയ്യുക, എന്നിട്ട് അതിന്റെ ഏതാണെന്ന് അതിന്റെ മെറ്റീരിയൽ എന്നുള്ള കാര്യങ്ങൾ നോക്കുക. എന്നിട്ട് നമുക്ക് ഇങ്ങനെ ഓരോന്നിനെ പറ്റി ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഉൾപ്പെടെയുള്ള എല്ലാ സാധനങ്ങളും ഇതിന്റെ അകത്ത് വരികയും കാര്യങ്ങളും ചെയ്യും. പിന്നെ നമുക്ക് അതിനകത്ത് വേണ്ട എന്തൊക്കെയാണ്, ഇപ്പൊ നമ്മൾ മറന്നു പോയിട്ടുള്ളതോ അല്ലെങ്കിൽ മിസ്സായിട്ടുള്ള പോയിട്ടുള്ള എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം ഇതിനകത്ത് നമുക്ക് കിട്ടുകയും ചെയ്യും. അതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. ആ രീതിയിൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ സോഫയുടെ മാത്രം എടുത്ത് കഴിഞ്ഞാൽ കണ്ടോ, സോഫയുടെ മാത്രം കണ്ടോ, പെയിന്റിംഗ് ആൻഡ് പിക്ചറിന്റെ വരുന്ന സാധനം കണ്ടോ, അവിടെ മുകളിൽ സാധനം വന്നില്ല, പെയിന്റിംഗ് ആൻഡ് പിക്ചർ. അതവിടെയാണ് എങ്ങനെയാണ് കിട്ടുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇതങ്ങനെ. അടുത്ത് കുഷ്യൻ മാത്രമായിട്ട് നോക്കി കഴിഞ്ഞാൽ കണ്ടോ, കുഷ്യനും മറ്റും മാത്രമുള്ളത്. കട്ടൻ, അതിനകത്ത് കട്ടൻ വന്നിട്ടുണ്ടോ, കണ്ടോ ഈ കട്ടൻ. അപ്പൊ ഈ കട്ടൻ എന്ന് പറയുന്നത് എവിടെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് കോഫി ടേബിൾ അതുകൊണ്ട് നമുക്ക് കോഫി ടേബിൾ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് കൊടുത്തത്. ഇതേപോലെ നമുക്ക് കോഫി ടേബിളുകൾ ഏതൊക്കെയാണ്. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ആ സാധനമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഈ പേരും കാര്യങ്ങളും കിട്ടിയാൽ നമുക്ക് ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ഈ രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ടൂളാണ് ഈ ഒരു ടൂൾ. ഇങ്ങനെ പ്രോംപ്റ്റ് നമ്മൾ നേരെ കൊടുത്തു കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ടാണ് ഏറ്റവും നല്ല റിസൾട്ട്. ഇതുണ്ടോ, ഈ രീതിയിലേക്ക് ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ നമുക്കൊന്ന് ആലോചിച്ചാൽ മതി, ഈ രീതിയിലേക്ക് നമുക്ക് കൃത്യമാക്കിയിട്ട് അത് വാട്ടർമാർക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലാതെ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണോ പറഞ്ഞത് അതെല്ലാം വരുന്ന രീതിയിലേക്ക് ഒരു ഇമേജും കാര്യങ്ങളൊക്കെ ആയിട്ട് വരുന്ന രീതിയിലേക്ക്. അപ്പൊ നമ്മൾ ടെക്സ്റ്റ് കൊടുത്താൽ മാത്രം മതി, ടെക്സ്റ്റിനനുസരിച്ച് ഇതേപോലെ ഡിസൈൻ ചെയ്യുന്ന രീതിയിലേക്ക് വരും. അപ്പൊ നമ്മുടെ കൺസെപ്റ്റ് ഇതേപോലത്തെ രീതിയിലേക്ക് ആക്കാൻ വേണ്ടി നമുക്ക് ഈ ടൂൾ ഉപയോഗിക്കാൻ പറ്റും. നമുക്ക് ഒരു പാർട്ടീഷൻ ഭിത്തിയുണ്ട്. അപ്പൊ ഇതേപോലെ നമുക്ക് പാർട്ടീഷൻ ഭിത്തി നമ്മൾ പൊളിച്ചു കഴിഞ്ഞാൽ ഇത് എങ്ങനെ ഇരിക്കും എന്ന് നമുക്ക് അറിയാനായിട്ട് താല്പര്യമുണ്ട്. അല്ലെങ്കിൽ ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ നമുക്ക് സ്പേസ് യൂട്ടിലൈസേഷൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ ജസ്റ്റ് അതിലേക്ക് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതാണ്. അതിനകത്ത് വേറെ മാറ്റങ്ങളൊന്നുമില്ല. ആ പാർട്ടീഷൻ ഭിത്തി കളയാൻ മാത്രം നമ്മൾ പറഞ്ഞുള്ളൂ. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് ആ പാർട്ടീഷൻ ഭിത്തി കളഞ്ഞിട്ട് അതിനകത്ത് മാക്സിമം സ്പേസ് കിട്ടുന്ന രീതിയിൽ കണ്ടോ, ഇതേ രീതിയിൽ സെറ്റ് ചെയ്ത് തരും. അത് ആലോചിച്ചാൽ മതി, ഇങ്ങനെ കിടക്കുന്ന ആ ഒരു ലിവിംഗ് കം ഡൈനിങ് അല്ലെങ്കിൽ ആ ലിവിംഗ് സ്പേസിനെ ഈ രീതിയിലേക്ക് ഇത് മാറ്റാനായിട്ട് സാധിക്കും. അപ്പൊ ആലോചിച്ചാൽ മതി, അങ്ങനത്തെ രീതിയിൽ നമുക്ക് എന്താണോ നമുക്ക് മാറ്റേണ്ട കുറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് ഈ രീതിയിൽ നല്ല രീതിയിൽ ചെയ്യാൻ സാധിക്കുന്ന ഒരു ടൂളാണ് ഈ പറഞ്ഞ ടൂൾ. ഉദാഹരണത്തിന് ഞാൻ ജസ്റ്റ് ഓൾഡ് ലിവിംഗ് റൂം കേരളാസ് എന്ന് പറയുമ്പോൾ കൊടുത്തപ്പോൾ കണ്ട ഇതേപോലത്തെ ഒരു ഇമേജ് ആണ് ഇട്ടത്. ഈ ഒരു ഇമേജിനെ ഞാൻ നമ്മുടെ എയിലേക്ക് കൊടുത്തപ്പോഴത്തേക്കും അതിനകത്ത് എന്ത് മാറ്റാണ് വന്നതെന്ന് നോക്കാം. ഇതുണ്ടോ, ഇതാണ് നമ്മൾ കൊടുത്ത ഇമേജ്. അത് ചേഞ്ചസ് വരുത്തുന്നുണ്ടോ, ഈ രീതിയിലേക്ക് ലക്ഷറി ആയിട്ടുള്ള നല്ല ഇതിലേക്ക് മാറ്റാൻ സാധിച്ചു കണ്ടോ. അതിനകത്ത് ആ സ്ട്രക്ചറോ കാര്യങ്ങളോ, ആ ഡോറുണ്ട്, ആ ഡോർ അവിടെ തന്നെ ഉണ്ട്, അതിനകത്ത് മാറ്റങ്ങളൊന്നുമില്ല. ആ ജനലുകളുണ്ടോ, ആ ജനലുകൾ അവിടെ ഉണ്ട്, അതേപോലെ ജനലുകൾക്ക് മാറ്റമൊന്നുമില്ല. ആ ജനലുകളോ വാതിലുകളോ മാറ്റങ്ങൾ വരുത്താതെ ടോട്ടലായിട്ട് ആ റൂമിനെ ഇതേപോലെ ചേഞ്ചസ് വരുത്താനായിട്ട് നമുക്ക് ഈ ഒരു ടൂൾ ഉപയോഗിച്ച് കഴിയും കണ്ടോ. ഇതുണ്ട്, ഇതൊരു ലക്ഷറി ആയിട്ടുള്ള ഒരു ഇതിലേക്ക് വന്നില്ലേ. ഇതും നമ്മുടെ കൈ കിടക്കുന്ന ഫോട്ടോ കണ്ടോ. പിന്നെ അത് ഏതെങ്കിലും ഇടിച്ചു പൊളിച്ചോ കാര്യങ്ങളോ എല്ലാം ചെയ്തോ ഇല്ല. പക്ഷെ അത് കൃത്യമായിട്ട് നമുക്ക് ഈ രീതിയിലേക്ക് നമുക്ക് മാറ്റാനായിട്ട് ഈ ഒരു ടൂൾ കൊണ്ട് സാധിക്കും. അതാണ് ഈ ടൂളിന്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത. ഇതിപ്പോ നമ്മൾ നെറ്റിൽ നിന്ന് എടുത്തൊരു ഫോട്ടോയാണ്. ഈ ഫോട്ടോയ്ക്കകത്ത് നമുക്ക് ഈ ജനലിന്റെ ഭാഗത്ത് നമുക്ക് ഒരു ഗ്ലാസിന്റെ ഒരു ഡോർ വെക്കണം. വേറെ അതിനകത്ത് ചേഞ്ചസ് ഒന്നും വരുത്തണ്ടെന്ന് വിചാരിച്ചോ. അപ്പൊ ഇതായിരുന്നു നമ്മൾ കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ റിസൾട്ട് കണ്ടോ. വേറെ ചേഞ്ചസ് ഒന്നുമില്ല. ആ ഒരു ഇത് മാറിയിട്ട് പകരം ഒരു ഗ്ലാസ് ഡോർ ആയിട്ട് വരുന്നത്. ഈ രീതിയിൽ നമുക്ക് സാധാരണ എഐയിലെ ടൂളുകൾ നമ്മൾ ചെയ്യാൻ നേരത്തെ സംഭവിക്കുന്നത് അതിനകത്ത് വേറെ വേറെ ചേഞ്ചസ് കാര്യങ്ങളൊക്കെ വരും. പക്ഷെ ഇതിന്റെ അകത്ത് അങ്ങനെയല്ല, നമ്മൾ പറയുന്നത് എന്താണോ അത് മാത്രം മാറ്റുന്ന രീതിയിലേക്ക് നമുക്ക് ചേഞ്ചസ് വരുത്താനായിട്ട് വരും. ഏറ്റവും വലിയ പ്രത്യേകത ശ്രദ്ധിച്ചുണ്ടോ, ഇതിനകത്ത് നമ്മൾ കൊടുത്ത പ്ലാന്റെ അകത്ത് അതിന്റെ അകത്ത് വരുന്ന ആ നിഴല് കണ്ടോ, ആ ലൈറ്റ് കണ്ടോ, അതെല്ലാം എക്സാക്റ്റ് ആയിട്ട് അതേപോലെ തന്നെ ഒരു റിയലിസ്റ്റിക് മോഡലിലേക്ക് വരാനായിട്ട് അത് സഹായിക്കുന്നു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അപ്പൊ ആ രീതിയിൽ കൃത്യമായിട്ട് നമുക്കൊരു നല്ല ഇമേജിലേക്ക് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഇതായിരുന്നു നമ്മൾ കൊടുത്ത ഇമേജ്. ഈ ഇമേജിന്റെ ക്വാളിറ്റി കണ്ടോ, ഇവിടുത്തെ ടൈലൊക്കെ കണ്ടോ, ഇതൊരു ബ്ലർ ഇമേജ് ആണ് കണ്ടോ, ഇവിടെ കണ്ടോ, ഇതാണ് നമുക്ക് വന്നേക്കണത്. ഇതാണ് നമ്മൾ കൊടുത്ത സാധനം. ഈ സാധനം നമ്മൾ കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് വന്ന ആ റിസൾട്ടിന്റെ ഔട്ട്പുട്ട് ഒന്ന് കാണിച്ചു തരാം കണ്ടോ. ഈ രീതിയിലുള്ള റിസൾട്ട് ഔട്ട്പുട്ട് ആയിട്ട് കണ്ടോ, എന്തോരം വ്യത്യാസം ഉണ്ടെന്ന് നോക്കി, അതിന്റെ ക്വാളിറ്റിയിൽ വ്യത്യാസം ഉണ്ടോ. അപ്പൊ ഈ രീതിയിൽ ഹൈ ഡെഫിനിഷൻ ആയിട്ടുള്ള HD ക്വാളിറ്റിയിൽ നമ്മൾ കൊടുക്കുന്ന ഇമേജ് ഇത്തിരി ബാക്ക്ഗ്രൗണ്ട് ഇത്തിരി മോശമാണെങ്കിൽ പോലും അതിനെ നല്ല രീതിയിലേക്ക് എടുക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യാൻ പറ്റും. അതിനകത്ത് ഒരു സ്ട്രക്ചറിലോ കാര്യങ്ങളോ ചേഞ്ചസ് വരുത്താതെ ആ ഡോറ് മാത്രം മാറുന്ന രീതിയിലേക്ക് കൃത്യമായിട്ട് വരുന്ന രീതിയിലേക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഈ രീതിയിൽ കൃത്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടൂളാണിത്. ഇതേപോലെ 24 ടൂളുകളാണ് ഈ ഒരു പാക്കേജിനകത്ത് വരുന്നത്. ഈ ഡെമോ വീഡിയോ കണ്ടതിന് താങ്ക് യു. അപ്പൊ നിങ്ങൾക്ക് ഇത്രയും വീഡിയോസ് കണ്ടപ്പോൾ നിങ്ങൾക്ക് പല കാര്യങ്ങളും മനസ്സിലായല്ലേ. നമ്മുടെ അതിന് ഹാൻഡ് സ്കെച്ച് ഉണ്ടെങ്കിൽ അതിന് നമുക്ക് 3D മോഡൽ ആക്കാം. നമ്മൾ ടെക്സ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അതിന് നമുക്ക് 3D മോഡൽ ആക്കാം. നമ്മുടെ കയ്യിൽ എന്തെങ്കിലും മോഡൽ ഉണ്ടെങ്കിൽ അതിന്റെ കളർ മാറ്റാം, മെറ്റീരിയൽ മാറ്റാം, പല പല കാര്യങ്ങളും ചെയ്യാം. അല്ലേ, നമുക്ക് ഇന്ത്യയിൽ ചെയ്തേക്കുന്ന ഒരാളുടെ ഇമേജ് ആണെങ്കിൽ പോലും അതിനെ നമുക്ക് മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മൾ നെറ്റിൽ കണ്ടേക്കുന്ന ഇമേജിനാണെങ്കിൽ അതിനെ നമുക്ക് ഇതേപോലെ ഡിസൈൻ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അങ്ങനെ പല പല ടൂളുകളുള്ളതാണ് ഈ ഒരു വെബ് ബേസ്ഡ് ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് നമ്മുടെ സമയത്തിനനുസരിച്ച് നമുക്ക് ചെയ്യാൻ
സാധിക്കുമെങ്കിലോ പണി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ 100% ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതാണ് ഇത് ഏറ്റവും വലിയൊരു പ്രത്യേകത. നിങ്ങളുടെ ഫാമിലിയുടെ മുമ്പിൽ വെച്ചിട്ട് ഇതാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്, ഈ രീതിയിൽ വരും എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ പറയാനും അവരുടെ സജഷനും കാര്യങ്ങളും എടുത്തിട്ട് നിങ്ങൾക്ക് ചേഞ്ച് ചെയ്യാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കും എന്നുള്ളതാണ് നിങ്ങളുടെ എല്ലാ പ്രത്യേകത. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ തെറ്റായ തീരുമാനങ്ങൾ എല്ലാം നമുക്ക് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. അതിനെല്ലാം ഉപരി നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അനാവശ്യമായിട്ട് കളയുന്ന ഒരു അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവത്തുമില്ല. ഇത് മലയാളത്തിൽ വളരെ സിമ്പിളായി സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് റെക്കോർഡർ ക്ലാസ്സിലൂടെ നിങ്ങളുടെ സമയത്ത് നിങ്ങൾക്ക് എത്ര തവണ കാണത്തക്ക രീതിയിലേക്ക് നിങ്ങളുടെ ജീവിതകാലം മൊത്തം കാണത്തക്ക രീതിയിലേക്ക് പഠിക്കാൻ വേണ്ടി ക്രമീകരിച്ചിട്ടുണ്ട്. കൂടാതെ മലയാളത്തിലുള്ള നോട്ടുകളും ഉണ്ടാവും. അതുകൂടാതെ എല്ലാ ആഴ്ചയിലും നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള ആൻസർ ലഭിക്കുന്നതായിരിക്കും. ഇതിന് ഹെവി ആയിട്ടുള്ള സോഫ്റ്റ്വെയറുകളോ അഡ്വാൻസ് സ്കില്ലുകളോ ഒന്നും ആവശ്യം. നിങ്ങളുടെ കയ്യിലുള്ള കമ്പ്യൂട്ടറോ ലാപ്ടോപ്പോ ഐപാഡോ വെച്ചിട്ട് ഇന്റർനെറ്റ് കണക്ഷൻ ഉണ്ടെങ്കിൽ ഈസി ആയിട്ട്, കാരണം ഇതൊരു വെബ് ബേസ്ഡ് ആണ്. ശരിക്കും ഈ ടൂളും ഇത് പഠിക്കുന്നതിനും വില എന്ന് പറഞ്ഞാൽ 9,990 രൂപയാണ്. പക്ഷേ ഇന്നൊരു സ്പെഷ്യൽ ഓഫറിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. അടുത്ത 50 പേർക്ക് വെറും 490 രൂപയ്ക്ക് ഈ ക്ലാസ്സുകൾ നിങ്ങൾക്ക് കാണാനും പഠിക്കാനും സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ. കൂടാതെ 7 ഡേയ്സിന്റെ ഫ്രീ ട്രയൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അവൈൽ ചെയ്യാൻ പറ്റുന്ന ഉൾപ്പെടെയുള്ള കാര്യങ്ങളും ഈ ക്ലാസിന്റെ അകത്ത് ഞാൻ കൊടുത്തു. ട്രയൽ കഴിഞ്ഞ് ഡെയിലി ലിമിറ്റ് ഇല്ലാതെ വാട്ടർമാർക്ക് ഇല്ലാതെ HD ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കുന്ന രീതിയിൽ 24 ടൂളുകളും നിങ്ങൾക്ക് അൺലിമിറ്റഡ് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ള സൗകര്യം നമ്മൾ ചേർത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി ആക്സസിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കും. മാസം വെറും 490 രൂപ നിരക്കിൽ ഇയർലി പ്ലാനിലേക്ക് നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ആദ്യം നിങ്ങൾ 7 ഡേയ്സ് ട്രയൽ എടുത്ത് നിങ്ങൾക്ക് ഇപ്പോഴെങ്കിൽ മാത്രം നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്താൽ മതി. ഓർക്കുക, ഈ 490 രൂപയ്ക്ക് ഈ ഒരു കോഴ്സ് എന്ന് പറഞ്ഞാൽ ലിമിറ്റഡ് ടൈമിൽ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. അടുത്ത 50 പേര് കഴിഞ്ഞാൽ കോഴ്സ് പ്ലസ് ടൂൾ എന്നുള്ള രീതിയിൽ 9,990 രൂപയ്ക്കായിരിക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ സാധിക്കുക. പ്രൈസ് കൂടുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ താഴെ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ക്ലാസ്സുകൾ എല്ലാം ലൈഫ് ടൈം ആണ്. നിങ്ങൾക്ക് എന്ന് വേണേൽ നിങ്ങൾക്ക് ഇത് കാണാൻ സാധിക്കുന്നതാണ് ഏറ്റവും വലിയ